പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ പല തെറ്റുകളും സംഭവിക്കാറുണ്ട്. അറിഞ്ഞോ അറിയാതെയോ സംഭവിച്ചു പോയ തെറ്റുകൾക്ക് ഒരു പക്ഷേ ആഖിറത്തിൽ ഖബറിലൊക്കെ ശിക്ഷ ഉണ്ടാകും നമുക്കറിയാം. എന്നാൽ രണ്ട് തെറ്റുകൾ ഈ ലോകത്ത് വെച്ച് തന്നെ അള്ളാഹു പെട്ടെന്ന് ശിക്ഷ ഇറക്കുന്ന തിന്മകളാണ്. അത് പലപ്പോഴും തിന്മയാണെന്ന് നമുക്ക് തോന്നിയിട്ടില്ല, നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക, നമ്മളെ അള്ളാഹു അദാബാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. രക്ഷപ്പെടണമെങ്കിൽ ഏതാ രണ്ട് കാര്യം നമ്മൾ തിരിച്ചറിയണം. ഭൂരിഭാഗം ഉമ്മമാരും, പ്രത്യേകിച്ച് നമ്മുടെ വീട്ടിലേക്ക് ഏറ്റവും ബഹുമാനമുള്ള നമ്മുടെ ഉമ്മമാരില്ലേ, ആ ഉമ്മമാർ ഓതുന്നുണ്ട്, നിസ്കരിക്കുന്നുണ്ട്, പാടുന്നുണ്ട്, പറയുന്നുണ്ട്, പക്ഷെ ഭൂരിഭാഗം അള്ളാഹിൻ്റെ ശിക്ഷക്ക് അർഹരാണ്. എന്താ കാരണം എന്നല്ലേ? ഈ രണ്ട് തെറ്റുകൾ പ്രത്യേകിച്ച് മനസ്സിലാക്കണം. ഏതാണ് ആ തെറ്റുകൾ, എന്തൊക്കെയാണ് അതിൻ്റെ പണിഷ്മെൻറ്റ്, പ്രശ്നങ്ങൾ, ഈ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ സംസാരിക്കുന്നത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി മാഷാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദി വഅലാ ആലി സയ്യിദിനാ മൗലാനാ മുഹമ്മദ്. അൽഹംദുലില്ലാഹ്. അല്ലാഹു ഇരുലോക ആഫിയത്തും ബറകത്തും നമുക്കെല്ലാം, പ്രത്യേകിച്ച് അൻവാർ എഫ്എച്ചിൻ്റെ ഫാമിലി അല്ലാഹു നൽകട്ടെ. നമ്മുടെ മരിച്ചവർക്ക് അല്ലാഹു ജന്നത്ത് കൊടുക്കട്ടെ. എല്ലാ മുഅ്മിനീകൾക്കും മഗ്ഫിറത്ത് കൊടുക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹ്. പ്രിയപ്പെട്ടവരെ, ഈ ലോക ജീവിതത്തിൽ പലപ്പോഴും അള്ളാഹുവിൻ്റെ നിഅമത്തുകൾ പല നിലക്കും ആസ്വദിച്ചു കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ഇതിനിടയിൽ പലപ്പോഴും അള്ളാഹുവിൻ്റെ ശിക്ഷയ്ക്ക് നമ്മൾ പാത്രരാകുന്ന എന്ന് പറഞ്ഞാൽ, ഈ ലോകത്തൊരു തിന്മ ചെയ്താൽ അതിൻ്റെ ശിക്ഷ ഖബറിൽ ചെന്നിട്ട്, മരിച്ചു ചെന്നിട്ട്, നാളെ ഖിയാമത്ത് നാൾ ആഖിറത്തിൽ കോടതിയിൽ അവിടെ വെച്ച് ഇതെല്ലാം നടക്കുമെന്ന് നമുക്കറിയാം. എന്നാൽ രണ്ട് കുറ്റങ്ങളുണ്ട്. ആ കുറ്റം ചെയ്യുന്നവർക്ക് ഈ ലോകത്ത് വെച്ച്, ഇവിടെ വെച്ച് തന്നെ, മരണത്തിന് മുമ്പ് തന്നെ നിർബന്ധമായും ശിക്ഷ അദാബിറങ്ങും, അള്ളാഹിൻ്റെ ശിക്ഷ ഇറങ്ങും എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഏതാ രണ്ട് കുറ്റം? ഒരു കാരണവശാലും നമ്മൾ ഒരു നിലക്കും അറിയാതെ പോലും ചെന്ന് ചാടാൻ പാടില്ല ആ തിന്മയിൽ. അതുകൊണ്ടാണ് ഇന്നത്തെ ക്ലാസ് നമ്മൾ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമുക്ക് നോക്കാം. ഒന്നാമത്തെ പ്രശ്നം എന്താണെന്നറിയോ? ഒന്നാമത്തെ പ്രശ്നം, ഈ ലോകത്ത് ഭൂരിഭാഗം ആളുകളും ജീവിതത്തിൽ പല പണിഷ്മെൻറ്റുകൾ വരുന്നത്, പല കഷ്ടപ്പാടുകൾ, വിഷമങ്ങൾ, രോഗങ്ങൾ, സാമ്പത്തിക തകർച്ച, മാനസിക വിഷമം, ഇതെല്ലാം വന്നു ചേരുന്നത് അള്ളാഹിൻ്റെ ശിക്ഷാ നടപടികൾ കാരണമായിട്ടാണ്. അതെന്താ ഇതിന് കാരണം? അത് ഈ ലോകത്ത് വെച്ച് ഇറങ്ങേണ്ട ഒരു തിന്മ നമ്മൾ ചെയ്തു. അതിലേറ്റവും പ്രധാനപ്പെട്ടതാണ്, പ്രിയപ്പെട്ടവരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ കൃത്യമായ നിരോധനം ഖുർആനിലും ഹദീസിലെല്ലാം അള്ളാഹു ഇഷ്ടമില്ലാത്ത കാര്യമാണെന്ന് എടുത്തു പറഞ്ഞിട്ടുണ്ട്. അതെന്താണെന്നറിയോ? മറ്റൊരാളെ വേദനിപ്പിക്കുക, മനസ്സുകൊണ്ട് മറ്റൊരാൾക്ക് നൊമ്പരണ്ടാകുക. അത് നമ്മുടെ വോയിസ്, വാക്കാകാം, ചിലപ്പോൾ നമ്മുടെ നോട്ടാകാം, ചിലപ്പോൾ നമ്മൾ അവരെ കൊഞ്ഞണം കുത്തിയതാകാം, അല്ലെങ്കിൽ അവരെ ഇരട്ടപ്പേര് വിളിച്ചതാകാം, അല്ലെങ്കിൽ നമ്മൾ സ്റ്റിക്കർ അയച്ചുകൊണ്ട് ഗ്രൂപ്പിൽ അവരെ വേദനിപ്പിച്ചാകാം, എന്തും ആകാം. അവർ ഏതു മതക്കാരാണെങ്കിലും, ശരിക്കും ശ്രദ്ധിക്കണം കേട്ടോ, ഏതു മതക്കാരാണെങ്കിലും, അവർ മുസ്ലിമീങ്ങളല്ല, മറ്റു മതക്കാരാണ്, ആയിക്കോട്ടെ, അള്ളാഹിൻ്റെ പടപ്പുകളാണ്. അവർക്ക് മാനസിക വിഷമമുണ്ടാകുന്ന തരത്തിൽ നമ്മുടെ വാക്കോ നോക്കോ പ്രവൃത്തിയോ എന്തുണ്ടായാലും തീർച്ചയായും പ്രിയപ്പെട്ടവരെ, അതിന് കൊടുക്കേണ്ട വില കയ്യും കണക്കില്ലാത്ത വിലയാണ്. നമ്മൾ ഈ ലോകത്ത് അനുഭവിച്ച് തീരാതെ പോകില്ലാത്ത പ്രശ്നമാണ്. ഞാൻ വലിയ ഉസ്താദാണ്, ഞാൻ വലിയ നിസ്കാരക്കാരനാണ്, ഒരു കാര്യം ഉണ്ടാവില്ല. കാരണം മറ്റൊരാളെ മനസ്സ് വേദനിച്ചാൽ തീർച്ചയായും നമ്മൾ വലിയ പ്രശ്നത്തിൽ. ഒരു ഉദാഹരണം പറയാം, ഒരു ഉദാഹരണം. അത് പലപ്പോഴും ഒരു വലിയ കുറ്റമായി, പ്രശ്നമായി നമ്മൾ കാണുന്നില്ല. അതിന് ഉദാഹരണം ഉമ്മമാരെ കുറിച്ചാണ്. ഉദാഹരണമായതുകൊണ്ടാണ്, ആർക്കും വേദന തോന്നേണ്ടതില്ല. നമ്മുടെ ഉമ്മമാരെ സംബന്ധിച്ചിടത്തോളം, ആ ഉമ്മമാർക്ക് അവരുടെ കുടുംബത്തിൽ, ഇപ്പോൾ ഭർത്താവിൻ്റെ സ്വന്തം മകൻ്റെ ഭാര്യയായി കയറി വന്ന പെൺകുട്ടി, മരുമകൾ എന്ന് ചില നാടുകളിലൊക്കെ പറയുമല്ലോ, മോളെ നാട് വിളിക്കുന്നതെങ്കിൽ പോലും മരുമകളാണല്ലോ. അങ്ങനെ മകൻ്റെ ഭാര്യയായി കയറി വന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടി അവളുടെ പക്വതയും പാകതയും അനുസരിച്ച്, അവളുടെ ഉള്ള വിവരവും വിദ്യാഭ്യാസം അനുസരിച്ച് അവൾ പെരുമാറുന്നു. ഈ പെരുമാറ്റങ്ങളിൽ പലപ്പോഴും പ്രായമുള്ള പക്വതയുള്ള ഉമ്മാക്ക് പലപ്പോഴും ചില ഇഷ്ടപ്പെടാത്ത മാനുഷികമായി വലിയ വൻപാപങ്ങളോ തെറ്റുകളോ ചെയ്തിട്ടല്ല, പിന്നെയോ പെരുമാറ്റങ്ങളിൽ ആ ഉമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ പ്രത്യേകിച്ച് പ്രായം പക്വതയൊക്കെ അങ്ങനെയാണല്ലോ. ഇഷ്ടപ്പെടാത്ത വിഷയങ്ങൾ വരുമ്പോൾ ആ മോളെ നല്ല ഉപദേശങ്ങൾ കൊടുക്കുക. മോളെ എങ്ങനെയാണെന്ന് പറയാം, സ്വന്തം മോളെ പോലെ. സ്വന്തം മോളാണെങ്കിലോ അങ്ങനെ അവർക്ക് കാര്യങ്ങൾ നസീഹത്ത് കൊടുക്കുക, ഉപദേശങ്ങൾ കൊടുക്കുക, തിരുത്തി കൊടുക്കുക. അതിൽ ഉമ്മാക്ക് എന്തെങ്കിലും അബദ്ധങ്ങൾ പറ്റിയാൽ ഉമ്മ പറയാം, മോളെ ഞാനതറിഞ്ഞില്ല, മോൾ തിരുത്തിയത് നന്നായി, പറഞ്ഞെന്ന് എൻ്റെ സ്വന്തം മോളെ പോലെ എന്ന് പറഞ്ഞാൽ ഇഷ്ടങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക.
ഇങ്ങനെ അവസ്ഥ ഉണ്ടാകുമ്പോൾ ആ കുടുംബം അള്ളാഹുവിൻ്റെ റഹ്മത്തിറങ്ങുന്ന സ്വർഗം പോകുന്ന കുടുംബമാവും. ആ കുടുംബത്തിൽ ആ മോനും മോളും മാത്രമല്ല, ആ ഭാര്യയും ഭർത്താവും മാത്രമല്ല, ഈ ഉമ്മ കൂടെ അക്കാരണമായി അക്കൂട്ടത്തിൽ സ്വർഗത്തിലേക്ക് പോകും. വലിയ സൗഭാഗ്യമാണ്. ആ ഒരു അവസ്ഥകൾക്ക് നേരെ ഓപ്പോസിറ്റ് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ തൊട്ടതിനും പിടിച്ചതിനൊക്കെ ഗൗരവമുള്ളൊരു വിഷയമേ അല്ല, ഒന്നുമില്ല, തല പോകുന്ന കേസൊന്നുമില്ല. എങ്കിലും ഇടയ്ക്കിടെ ഒരു കമൻറ്റ് പറയുന്നത് കേട്ടാൽ ആ മോളുടെ നെഞ്ചകം തുളഞ്ഞു കീറും. അത് ആ മോളുടെ വാപ്പാക്കും ഉമ്മാക്കും വിളിക്കൊന്നും വേണ്ട, വിളിക്കുന്ന ജാതികളുണ്ട്. അള്ളാഹു കാക്കട്ടെ. സ്വർഗത്തിൽ പോകാൻ തൗഫീഖില്ലായ്മയാണ് അതിൻ്റെയൊക്കെ അടിസ്ഥാന കാരണം. ഓതലും പാടലും ചൊല്ലലൊക്കെ ഉണ്ടാകാം, പക്ഷെ അതൊന്നും അള്ളാഹു മൂല്യമായി കാണൂല. മറ്റൊരാളുടെ ഈ പെൺകുട്ടിയുടെ മനസ്സ് വേദനിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും പ്രിയപ്പെട്ടവരെ അത് ആ ഉമ്മയെ സംബന്ധിച്ചിടത്തോളം ഉദാഹരണമാണ് കേട്ടോ, ഉദാഹരണമാണ്. ഏതിലേക്കും ചേർക്കാം. ഏതൊരു മുതലാളിയാണ്, അതിൻ്റെ തൊഴിലാളിയോട് അയാൾ പറയുന്ന കമൻറ്റുകളും ചൂടാകലൊക്കെ അദ്ദേഹത്തിൻ്റെ മനസ്സിന് വല്ലാത്ത വേദനയാണ്, നൊമ്പരമുണ്ടാക്കാൻ. അത് ആരായാലും തീർച്ചയായും ഉണ്ടാകുന്ന സംഗതി എന്താണെന്നറിയോ? ഒമൻ അദാ മുഅ്മിനൻ, ഒരു മുഅ്മിനായ മനുഷ്യനെ ഒരാൾ പ്രയാസപ്പെടുത്തി. അത് ചിലപ്പോൾ വാക്ക് പറഞ്ഞിട്ടാകാം, ചിലപ്പോൾ എന്തെങ്കിലും മറ്റുള്ളവരോട് ഇവരുടെ കുറ്റം പറഞ്ഞ് എന്തുവാകാം. ഒരു മുഅ്മിനായ മനുഷ്യൻ്റെ മനസ്സിലെന്തായി? വേദനയായി, പ്രയാസമായി. എന്നാൽ ഫഖദ് ഹദമ കഅബത്തല്ലാഹ്, അള്ളാഹുവിൻ്റെ കഅബ, പരിശുദ്ധമായ കഅബ പൊളിച്ചവനെ പോലെയാണ് അവൻ എന്ന് പ്രിയപ്പെട്ടവരെ ഉലമാ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആലോചിച്ച് നോക്കണം, നന്നായിട്ട് ആലോചിക്കണം. ഇതൊരു ഖത്തം ഓതുന്നത് പോലെയല്ല, ഇത് രണ്ടരക്കാത്ത നിസ്കാരം കൊണ്ട് പരിഹരിച്ചെടുക്കാൻ പറ്റുന്ന തിന്മയല്ല ഇത്. കഅബ പൊളിച്ചു കളയുന്നതിന് സമാനമായി തിന്മയെ ചെയ്തത് ഒരു മുഅ്മിൻ്റെ മനസ്സ് വേദനിക്കാൻ പാടില്ല. കാരണം ഒരു മുഅ്മിനായ മനുഷ്യൻ കഅബയേക്കാൾ 7 ആകാശഭൂമിയേക്കാൾ ബഹുമാനമുണ്ട് എന്ന് പരിശുദ്ധ റസൂൽ പറയുന്നുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു മുഅ്മിനായ മനുഷ്യന് വലിയ ബഹുമാനമാണ്. ഒരു കാരണവശാലും അവർ വേദനിക്കുന്ന അവസ്ഥ ഉണ്ടാകാൻ പാടില്ല. ഇനി സ്വന്തം ഭാര്യയെ ഉമ്മ ഇങ്ങനെ കമൻറ്റുകൾ പറഞ്ഞ് വേദനകൾ പറയുന്ന വാക്ക്, കുത്തുവാക്ക് പറഞ്ഞിട്ട് ശകാരിക്കുന്നു, അവളെ ഇൻസൾട്ട് ചെയ്യുന്നു, മറ്റുള്ളവരുമായി അവരെ ഇവളെ വേദനിപ്പിച്ചുകൊണ്ടിരിക്കുക. സ്വന്തം മോൻ കേൾക്കുക, ഉമ്മയാണൊരു ഭാഗത്ത്, സ്വന്തം ഭാര്യയാണ് ഒരു ഭാഗത്ത്. അത് നേരെ ഉമ്മാൻ്റെ കൂടെ കൂടിയിട്ട് അങ്ങനെ തന്നെയാണ് എന്ന് പറഞ്ഞിട്ട് കൂടാൻ പാടില്ല. മോളുടെ ഭാഗത്ത് എന്തൊരു ഉമ്മാനെ 4 ചീത്ത, ഉമ്മക്ക് എന്താ അവകാശമുണ്ട്, ഇവളെ തൊട്ടുപോകരുത്, മിണ്ടി പോകരുതെന്ന് പറഞ്ഞ് ഉമ്മാനെ 4 തെറി പറയുക, അതും പാടില്ല. ഇസ്ലാം അത് രണ്ടും നിരോധിച്ചിട്ടുണ്ട്. എന്നിട്ട് പിന്നെ എന്താ ചെയ്യേണ്ടത്? ഒന്നും മിണ്ടാതെ ചുമ്മാ ഇറങ്ങിപ്പോകണമെന്നാണോ? ചില മക്കൾ അങ്ങനെ വിചാരിച്ചിട്ടുണ്ട്. ഉമ്മായല്ലേ, എന്തുമാകാം, എന്തും പറയാലോ, അവൾ എന്തു പറഞ്ഞോട്ടെ, ചുമ്മാ അങ്ങനെ കേട്ടുകൊണ്ടിരിക്കുക. അങ്ങനെയല്ല. അത് വിവരമില്ലാത്തതിൻ്റെയോ ഈ തെറ്റിൻ്റെ ഗൗരവം അറിയാത്തതുകൊണ്ടാണോ ഉമ്മ അങ്ങനെ പറയുന്നതെങ്കിലോ ആരാ തിരുത്തി കൊടുക്കുക? ഇനി വേറൊരാൾ മോളിൽ നിന്ന് ഇറങ്ങൂലല്ലോ. നമ്മളത് എന്ത് ചെയ്യുക? മാന്യമായി ഉമ്മയോടുള്ള ബഹുമാനം, ആദരവ്, റെസ്പെക്റ്റ് അതെല്ലാം നിലനിർത്തിക്കൊണ്ട് ഉമ്മയോട് ഉപദേശിച്ചു കൊടുക്കണം. ഉമ്മ അങ്ങനെ പറഞ്ഞാൽ ഓൾക്ക് വേദനയാകും, ഓൾക്ക് പ്രയാസമാകും. അങ്ങനെ ഓൾ പ്രയാസപ്പെടുമ്പോൾ നമുക്കത് പ്രയാസമല്ലേ, കുട്ടികൾക്കത് പ്രയാസമല്ലേ, അവളുടെ ശാരീരികമായ ആരോഗ്യത്തിന് മാനസികമായി പ്രയാസം വല്ലാത്ത വിഷമമല്ലേ. നമ്മൾ തന്നെയല്ലേ അവളെ കൊണ്ടു നടക്കേണ്ടത്. അവൾക്ക് വിവരമില്ലായ്മ, പക്വത കുറവായിരിക്കാമത് എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിൽ ഉമ്മയെ ആ തെറ്റിൽ നിന്ന് നമ്മൾ തടഞ്ഞു വെക്കണം. ഉമ്മയല്ലേ എന്ന് പറഞ്ഞ് നമ്മളിങ്ങനെ നോക്കിക്കാൻ പാടില്ല. അത് പ്രതികരിക്കണം. അത് ബഹുമാനത്തോടെ ചീത്ത പറയാനോ ഷൗട്ട് ചെയ്യാനൊന്നും പാടില്ല. ഒക്കെ തെറ്റാണ്. പക്ഷേ മാന്യമായ ആ വിഷയത്തിലുള്ള ഉത്ബോധനം, ഓർമ്മകൾ ആ ഉമ്മയ്ക്ക് വേണ്ടി പ്രത്യേകം നമ്മൾ കൊടുക്കണം. പിന്നെ ഓളോടും പറയണം, ഉമ്മയാണ്, നമ്മൾ ക്ഷമിക്കണം. അധികവും സഹോദരിമാരെ സംബന്ധിച്ചിടത്തോളം അല്ലാത്തവരുണ്ടാകാം, അവരൊക്കെ സൂക്ഷിക്കണം തിന്മകൾ. ഏതായിരുന്നാലും പ്രിയപ്പെട്ടവരെ, ഈ കൃത്യമായൊരു ഒരു പോയിന്റ് നമ്മളെല്ലാം മനസ്സിലാക്കിയിരിക്കണം. എന്നിട്ടും അത് ഈ ഓതലും പാടലൊക്കെ ഗൗരവമുള്ള വിഷയമാണിത്. ഇത് എല്ലാ ഉമ്മമാരും, എല്ലാ സഹോദരിമാരും, ഇപ്പോൾ ആ പെൺകുട്ടിയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ഈ ഉമ്മയോട്, സ്വന്തം ഉമ്മയോട് പെരുമാറുന്നത് പോലെ അതിനേക്കാൾ ഒരുപടി മുകളിൽ, അതായത് ഭർത്താവിൻ്റെ ബഹുമാനത്തോടു കൂടെ വേണം ആ ഉമ്മയോട് സംസാരിക്കാൻ, ആ ഉമ്മയോട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ. വേദനിപ്പിക്കുന്ന വാക്കുകൾ പറയാൻ പാടില്ല, അവഗണന പാടില്ല. ആ അവഗണന സ്വന്തം ഉമ്മയെ അവഗണിക്കുന്നതിനേക്കാൾ പ്രശ്നമാവും. ഈ പെൺകുട്ടിയുടെ മക്കളും കുടുംബവും ഭർത്താവൊക്കെ തകരാൻ കാരണമാകും ഉമ്മയോട് ചില വേദനിപ്പിക്കുന്ന കമൻറ്റുകൾ തിരിച്ചങ്ങോട്ടും. വലിയ പ്രശ്നമാണ്. അങ്ങനെ ഒന്നും ഉണ്ടാകാൻ പാടില്ല. ഉണ്ടെങ്കിൽ ഉടൻ പൊരുത്തപ്പെടിക്കണം, അല്ലെങ്കിൽ ആ ബറക്കത്ത് കേട് തലമുറയായി നിലനിൽക്കും, മാറൂല്ല. അവിടെ നന്നായിട്ട് ശ്രദ്ധിക്കണം. അതൊക്കെ പ്രിയപ്പെട്ടവരെ തീർച്ചയായിട്ടും നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ അയൽപക്കക്കാരനാണ്, കൂട്ടുകാരനാണ്, കൂടെ പഠിക്കുന്ന, ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ തൻ്റെ കീഴിൽ ജോലി ചെയ്യുന്ന ആരുമാകാം,
മറ്റൊരാളെ മനസ്സ് വേദനിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് കഅബ പൊളിച്ചു കളയുന്നത് പോലുള്ള തിന്മയാണ്, വലിയ പ്രശ്നമാണ്. ശ്രദ്ധിച്ചോളൂ, പെട്ടെന്ന് അള്ളാൻ്റെ അദാബിറങ്ങുന്ന തിന്മകൾ ഒന്ന് ഉഖൂഖുൽ വാലിദൈൻ, വാപ്പാനെ ഉമ്മാനെ ഉപദ്രവിക്കുക. വാപ്പാനെ ഉമ്മാനെ ഉപദ്രവിക്കുക, അത് ഉപദ്രവിക്കലാകണം. ചില വാപ്പായും ഉമ്മായും എത്ര നന്മ ചെയ്തു കൊടുത്താലും അവർ പറയും ആ ചെറുക്കൻ ചൊവ്വില്ലാത്തവനാണ്, അവൻ കുണം കെട്ടവനാണെന്ന് ചുമ്മാ പറയുന്ന അവർ കുഴപ്പമുണ്ടോ? ഇല്ല, കുഴപ്പമില്ല. എന്തെങ്കിലും അകാരണമായി എന്തെങ്കിലും ഒരു ദേഷ്യത്തിൻ്റെ വികാരത്തിൻ്റെ പുറത്ത് പറയുന്നതാണ്, അതിനെന്ത് ചെയ്യാൻ പറ്റും? അല്ലാഹു അഅലം. അപ്പോൾ ഇവിടെ എന്താ ഉണ്ടാകുന്നത്? ഉപദ്രവിക്കുന്നവരാണെങ്കിൽ മാതാപിതാക്കളെ അവർക്ക് ഈ ലോകത്ത് വെച്ച് തന്നെ ഉടൻ ശിക്ഷ ഇറങ്ങും. അത് രോഗമാകാം, സാമ്പത്തിക തകർച്ചയാകാം, അല്ലെങ്കിൽ പിള്ളേര് മോശമാകലാകാം. എങ്ങനെ ഇറങ്ങുന്നെന്ന് പറയാൻ പറ്റില്ല. അതുകൊണ്ട് വാപ്പാക്കും ഉമ്മാക്കും ഉപദ്രവം ചെയ്യുക ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ഇമാം ഹാക്കിം ഉദ്ധരിക്കുന്ന ഹദീസിൽ അങ്ങനെ കാണാം. ഇനി മറ്റൊരു കാര്യം എന്താണ്? ഇമാം തുർമുദി കൊണ്ടുവരുന്ന ഹദീസ് മറ്റൊരാളെ വേദനിപ്പിക്കലാണ്. വേദനിപ്പിച്ചാൽ എന്തിൻ്റെ പേരിലും തല്ലുകൊട്ടൊന്നും വേണ്ട, ഒരു വാക്ക് പറഞ്ഞാൽ മതി വേദനിക്കാൻ. ആ വേദനിപ്പിച്ചാൽ ആരാണെന്ന് നോക്കൂല, ഏത് കൗമാണെന്ന് നോക്കൂല, അതിൻ്റെ ശിക്ഷാ നടപടി ഉടൻ ഇറങ്ങും എന്ന് കിതാബിൽ കാണാം. അപ്പോൾ മദ്ലൂമിൻ്റെ ആക്രമിക്കപ്പെട്ട നമ്മളൊരാൾ നല്ല ചീത്തയോട് പറഞ്ഞു, കളിയാക്കി, ആ സമയത്ത് അയാൾ മിണ്ടിയില്ല. പക്ഷേ അയാളെ കൽബ് ഇങ്ങനെ പറയുന്നതാണ്, അള്ളാഹുവേ എനിക്ക് ചോദിക്കാൻ കഴിവില്ല, നീ ചോദിച്ചേക്കണേ അല്ലാ, നീ അയാളെ കൈകാര്യം ചെയ്യണേ പടച്ചോനെ. ഈ ദ്വാനെ പേടിക്കണമെന്ന് പുണ്യ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. മാത്രമല്ല, രണ്ടാമത് ജീവിതത്തിലെ ബറക്കത്ത് കംപ്ലീറ്റ് പോകും. മറ്റൊരാളെ വേദനിപ്പിക്കുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ ജീവിതത്തിലെ ബറക്കത്ത് കംപ്ലീറ്റ് നഷ്ടപ്പെടും. നമ്മൾ പ്രതീക്ഷിക്കാത്ത അവിചാരിതമായിട്ട് തിരിച്ചടി ഉറപ്പായിട്ടുണ്ടാകും. അല്ല രേഖപ്പെടുത്തുന്നുണ്ട്. മൂന്നാമത്തെ കാര്യം, തൗബ, പരിശുദ്ധമായ അള്ളാഹുവിനോട് തെറ്റുകൾ പറഞ്ഞ് തൗബ ചെയ്ത് രക്ഷപ്പെടാമെന്ന് കരുതി 27-ാം രാവിലെ ഇരുന്നാലോ, ബറാത്ത് രാവിലെ ഇരുന്നാലോ സംഗതി നടക്കില്ല. കാരണം അള്ളാഹ് പൊറുക്കണമെങ്കിൽ ഈ പടപ്പ് പൊറുക്കണം. ഈ വ്യക്തിയോട് പൊറുക്കൽ ചോദിച്ച് അവർ മനസ്സുകൊണ്ട് പുറത്തെങ്കിലേ അള്ളാഹ് പൊറുക്കുള്ളൂ. ഗൗരവമുള്ള വിഷയമാണ്. അതും ഇതിൻ്റെ വിഷയമാണ്. മാത്രമല്ല, നാലാമത്തൊരു കാര്യം, ഹൃദയകാഠിന്യം ഉണ്ടാകും അത്രേ. മറ്റൊരാളെ വേദനിപ്പിച്ചാൽ നമ്മുടെ ഹൃദയം കടുത്തു പോകുന്ന അവസ്ഥ, സോഫ്റ്റ്നെസ് നഷ്ടപ്പെട്ടു പോകും, ആ പ്രയാസം ഉണ്ടാകും. മാത്രമല്ല, അഞ്ചാമത്തൊരു പ്രശ്നം, നമ്മൾ ഒരാളെ വേദനിപ്പിച്ചാൽ, അതെങ്ങനെ വേദനിപ്പിച്ചാലും ആ വേദന നമ്മളെ അറിയിപ്പിക്കാതെ അള്ളാഹു മരിപ്പിക്കൂല. അത് നമ്മളെ മറ്റൊരാൾ മുഖേന ഉണ്ടാകുക തന്നെ ചെയ്യും. വലിയ പ്രശ്നമാണ്. നമ്മളറിയില്ല, പണിഷ്മെൻറ്റ് വരും. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് തങ്ങളൊക്കെ ഇത് പറഞ്ഞിട്ടുണ്ട്. ആറാമത്തെ ഒരു പ്രശ്നം, നമ്മുടെ നന്മകൾ വിൽക്കേണ്ടി വരും. നമ്മൾ ആരെ വേദനിപ്പിച്ചത് അവർക്ക് നമ്മുടെ നന്മകൾ കൊടുക്കേണ്ടി വരും. ആ ഒരു അവസ്ഥ ഉണ്ടാകും. അതുമാത്രമല്ല, ഏഴാമത്തെ ഒരു കാര്യം, ഖിയാമത്ത് നാളിലെ പരാജയം. മുഫ്ലിസ് എന്ന് പറയും. നമ്മുടെ നന്മകളൊക്കെ കൊണ്ടുപോയി നമ്മുടെ നന്മയുടെ പാണ്ടക്കെട്ട് കാലിയാണ്. നന്മയുടെ സഞ്ചി കാലിയാണ്, പെട്ടിയിലൊന്നുമില്ല, എല്ലാം കൊണ്ടുപോയി. നമ്മൾ ചുമ്മാ ഒരു കമൻറ്റ് പറഞ്ഞ ആളുകൾ ചിരിക്കാൻ വേണ്ടി പറഞ്ഞാണ്, ആൾക്ക് വേദനയായിപ്പോയി, പ്രയാസമായിപ്പോയി, ദേഷ്യം വന്നപ്പോൾ പറഞ്ഞാണ്. പക്ഷെ ആൾ നമ്മുടെ നന്മ കൊണ്ടുപോയി ആഖിറത്തിലെ മുഫ്ലിസായി പോകും. പ്രശ്നമാണ്. അപ്പോൾ ഞാൻ പറയാണ്, പ്രിയപ്പെട്ടവരെ, ഒരു കാരണവശാലും മറ്റൊരാളെ വേദനിപ്പിക്കേണ്ട ഒരവസ്ഥ നമ്മുടെ ലൈഫിൽ ഉണ്ടാകാൻ പാടില്ല. ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇന്ന് തന്നെ തീർക്കണം. കാരണം ജീവിതത്തിൽ മരണത്തിന് മുമ്പ് തന്നെ ശിക്ഷ ഇറങ്ങുന്ന പ്രശ്നമാണ്. മാതാപിതാക്കളുമായി ബന്ധപ്പെട്ടാണെങ്കിൽ ഗൗരവം കൂടുതലാണ്. ശ്രദ്ധിച്ചു കൊടുക്കണം. അള്ളാഹു ആയുസ്സിലെയും സമ്പത്തിലെയും ബറക്കത്ത് നശിപ്പിച്ചു കളയുന്ന കാര്യമാണ്. എത്ര ഓതിയിട്ടും പാടിയിട്ടും കാര്യമില്ല. അള്ളാഹിന് ഇഷ്ടപ്പെട്ട ആളാണെങ്കിൽ നമ്മുടെ സമൂഹത്തിന് ഇഷ്ടപ്പെട്ട ആളാകണം. അള്ളാഹു അങ്ങനെ ആക്കി തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. വആഖിറു കലാമി അൽഹംദുലില്ലാഹി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹി മാ ശാ അല്ലാഹ് ലാ ഖുവത ഇല്ലാ ബില്ലാഹ് മാ ശാ അല്ലാഹ് കുല്ലു നിഅമതിൻ മിനല്ലാഹ് മാ ശാ അല്ലാഹ് അൽ ഖൈറു കുല്ലുഹു ബിയദില്ലാഹ് മാ ശാ അല്ലാഹ് ലാ യസ്രിഫു السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله بسم الله ما شاء الله لا قوة إلا بالله ما شاء الله كل نعمة من الله ما شاء الله الخير كله بيد الله ما شاء الله لا يصرف السوء إلا الله.
جنات بشرنا بما فيها وفي